എന്നമായി കൽബിയായിട്ടുള്ള ദിക്ർ, അഥവാ 24 മണിക്കൂർ കൽബി വഹിച്ചു നടക്കാനുള്ള ദിക്ർ, കൽബിയായ ദിക്ർ, ഇതൊക്കെ എല്ലാ തരീഖത്തുകളിലുണ്ട്. പക്ഷേ 24 മണിക്കൂറും നമ്മുടെ റൂഹിന് പരിശുദ്ധമായ കലിമത്ത് തൗഹീദിനെ സാക്ഷിയാക്കുന്ന ഈ പരിപൂർണമായ അവസ്ഥ മഹത്തായ ഖാദിരിയ തരീഖത്തിൽ മാത്രമേ കാണൂ. ഇന്ന് അതൊക്കെ ഓതുന്ന ആളുകൾ, അതുപോലെ തന്നെ അതൊക്കെ ഓതി പഠിച്ച ആൾക്കാരൊക്കെ ഇഷ്ടന്മാരിന്റെ മുമ്പിലുണ്ട്. പക്ഷേ നമുക്ക് വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യമായിട്ടുള്ള മുഴുവൻ കിതാബുകൾ നമ്മൾ മദ്രസയിൽ ഓതിപ്പോയി. പിന്നെ വെറും വിവാദങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മൂലമുല്ലി, ദാരികമുല്ലി പോലുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചു വെച്ച് ആ ഭാഷ ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച അവസാനം നമ്മൾ അത്യാവശ്യ കാര്യങ്ങളും മറന്നുപോയി രണ്ടാമത് എടുത്ത് ഓതുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കുറവായി പോയി. പേപ്പർ കാണാൻ ചില സർക്കാരൊക്കെ താല്പര്യത്തിന്റെ ആൾക്കാരെയൊക്കെ നിങ്ങളോട് അവാർഡൊക്കെ നൽകിയത്, അതിനൊന്നും നമ്മൾ ഒരിക്കലില്ല. എങ്കിലും അവർക്കും പല ആളുകൾക്കും പല ശൈലികളാണ്. ഏതൊരു വസ്തുവിനെയും അതിനെ രുചിക്കാനും ആസ്വദിക്കാനും ഓരോ ആളുകൾക്കും ഓരോ നിലക്കുള്ള അവസ്ഥയുള്ളത്. വഴികളൊന്നുമില്ല, കോടാനക്കോടി മാർഗങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ നിലക്ക് യോഗാവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളുണ്ട്. വലിയ വിവാഹിയും ഓരോരുത്തർക്കും ഓരോ മാർഗങ്ങളുടെ തരീഖത്തുകളുണ്ട്. അവരതിനെ തെരഞ്ഞെടുക്കുന്നു, എന്നിട്ട് ആ വഴിയിലൂടെ അല്ലാഹുവിലേക്ക് എത്തിപ്പെടുന്നു, അല്ലാഹുവിനെ പ്രാപിക്കുന്നു. ചിലരുടെ സാമ്പിളുകൾ ഉദാഹരണങ്ങൾ പറയുന്നു. ഓരോ മശായിഖുമാരും ഓരോ വഴി തെരഞ്ഞെടുപ്പിക്കുക, അവരത് തെരഞ്ഞെടുത്ത് അല്ലാഹുവിനെ പ്രാപിക്കുന്നു. ചില ആളുകൾ ആളുകൾക്കിടയിൽ അങ്ങനെ ദർസ് നടത്തി ഇൽമു അവതരിപ്പിച്ചുകൊണ്ട് ഇൽമിന്റെ പ്രാഥമികങ്ങളായിക്കൊണ്ട് കഴിയുന്നു. ആ നിലക്ക് അവർ എത്തിപ്പെടാൻ നോക്കുന്നു. നമ്മളൊക്കെ പതിന ആൾക്കാർ അതുപോലെ വേറെ തരീഖത്തിന്റെ ആവശ്യമില്ല എന്നും ചിലവിന്റെ അടി തോന്നി പോകുന്നുണ്ട്. അതിനെപ്പറ്റി സ്വന്തം തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ വചനത്തിനു വേണ്ടി ഇൽമിനെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ആലിമിനെ സംബന്ധിച്ചിടത്തോളം വാനലോകത്ത് മഹാൻ എന്ന പേര് പറയപ്പെടുമെന്ന് ഹദീസിലുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയുന്നു. എന്നിട്ട് ഇമാം ഗസാലി തങ്ങൾ തന്നെ ഈ വേദത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഇത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്, സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നമുക്ക് എത്തിപ്പെടാൻ എന്താ പോലെ നമുക്ക് പാലം നന്നായിട്ട് പഠിപ്പിച്ചു വിട്ടാൽ പോലെ അതുകൊണ്ട് പെട്ടെന്ന് നടക്കൂല. അങ്ങനെ ഔദ്യോഗിക പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിപ്പിക്കുന്നത് മുഴുവൻ നമുക്ക് ദീർഘമായിട്ട് ചില പരിപാടികളൊന്നും നിവാരണ പരിപാടി വേണ്ടെന്നും ഈ പിന്നെ ഇപ്പൊ തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന ആളുകളാണ്. ആ പരിപാടി കൊണ്ട് ശരിക്കും ഞങ്ങൾ രക്ഷപ്പെടുന്നതിനെ ഞങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്കൊരു ശേഖന്മാർ പറഞ്ഞത് നിരീക്കൊന്നുമില്ല. അടുത്ത ശേഖ് പറയേണ്ടത് നമ്മളോട് ജീവിതത്തിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ശമ്പളത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല. പിന്നെ പരിപാടി നടത്തുന്നത് ശേഖ് പറഞ്ഞ കാര്യത്തിനാണ്. അപ്പോൾ പറഞ്ഞ കാര്യത്തിനുണ്ട്. ഇപ്പോൾ മുഴുവൻ ആളുകളും ഇന്നത്തെ കേരളത്തിന്റെ ശൈലി തന്നെ മാറിക്കഴിഞ്ഞു. മതവിദ്യാഭ്യാസം എന്നത് നാം മതം പഠിക്കുന്നതിന് ഒക്കെ പുറമെ ജീവിതത്തിലുള്ള ഉപാധിയായി മാറിയ ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത്. സത്യം തുറന്നു പറഞ്ഞത് നമ്മുടെ ഉന്നതമായ ബിരുദം നൽകുന്ന കോളേജുകളിൽ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നിലക്കും സമ്പൂർണ്ണരാണ് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം തരുന്നത് നിങ്ങൾക്കൊരു മലക്ക, ഏത് കിതാബാണെന്ന് നോക്കാനുള്ള കഴിവ് ഇതാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് കിതാബ് ഓരോ തുടങ്ങാൻ നമ്മൾ
നേരെ മറിച്ച് നാം കോളേജിൽ നിന്ന് ബിരുദം നേടി ഉടനെ പഠിപ്പിക്കാനുള്ള മാർഗം എന്താണെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അവസ്ഥതായിപ്പോയി അല്ലാഹു ഇത്തരം ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നിയതകളും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ശൈലികളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് അലകുകൂടി മാറ്റി നന്നാക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അതെല്ലാം ചർച്ചാ വിഷയം. ഇങ്ങനത്തെ ജീവിതത്തിലാണെങ്കിൽ ചില ആൾക്കാർക്കുണ്ടാവും എന്നതുപോലെ ഒക്കത്തിൽ ഔറാദ് കർത്തവും ഇസ്വല നോമ്പ് നിൽക്കാനും പോലുള്ള ഔറാദുകൾ ധരിപ്പിക്കുന്ന പണിയുണ്ട്. ജനസേവനം ചെയ്യുക. നേരത്തെ പറഞ്ഞ സേവനങ്ങളൊക്കെ കൊടുകൊള്ളിച്ചായിരുന്നു. ജനസേവനം ചെയ്യുക. വറത് ചുമന്നു കൊണ്ടുവന്ന് അങ്ങാടിയിൽ പോയി വെച്ച് അതിന്റെ വില സാധുക്കൾക്ക് ദാനമായിട്ട് നൽകുക. ഇങ്ങനെ സ്ഥിരം പരിപാടി അതിന്. അതും ചില ആളുകൾ അവർക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ത്വരീഖത്തായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല വഴികളാണ്. എല്ലാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തികളിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകമായിട്ടുള്ള ഔറാദുകളുണ്ട്. രാവിലെ സുബഹിന്റെ ശേഷം ചെല്ലാൻ വേണ്ടി പറഞ്ഞ ഔറാദുകൾ, വിവിധങ്ങളായ സമയങ്ങളിൽ നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഔറാദുകളുണ്ട്. മഹാനായ ജനസി മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിഥിയിൽ തന്നെ കാര്യം വിശദീകരിക്കുന്നുണ്ട്. സുബഹി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിഥി പറയുന്നത് നമ്മൾ 6ാം ക്ലാസ്സിൽ ഓടിപ്പോയ വിഷയമാണ്. നമ്മൾ അതൊന്നും പോകണം. കാരണം അതേപോലെ വിശദീകരിച്ചിപ്പോൾ 6 തരം കിതാബുകളും കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇപ്പൊ നോക്കുന്ന സമയത്താണ് ഞാൻ കൂടുതൽ സന്തോഷപ്പെട്ടത്. കാരണം ആ കിതാബ് പോകുന്നതിന് സ്വീകാര്യതാണ്. സുബഹി കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യേണ്ടത് ഔറാദ് കൊണ്ട് ശുഗലാവണം. അതിനുള്ള വിരുദ്ധകളുണ്ട്. അപ്പൊ ഔറാദുകളെ കൊണ്ട് ശുഗലാവണം, ജാഗ്രതനാവണം. ലാത്തലക്കല്ലമൻ സംസാരിക്കേണ്ട, സംസാരത്തിന് ചിലവഴിക്കേണ്ട സമയമല്ല സുബഹിന്റെ സമയം. പിന്നെ എങ്ങനെ വിരുദ്ധം ചെയ്യണം? മുതഹസ്സിയൻ നല്ല ഖുശൂഅോടെ ഇരുന്ന് മുറാഖിബൻ ശരിക്കും അല്ലാഹുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും മുറാഖിബായിക്കൊണ്ട് മുറാഖബയിലായിക്കൊണ്ട് ഇരുന്ന് ഇപ്പൊ മുഹല്ലില ശരിക്കും ആ കലിമത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിക്കും ചൊല്ലി കുറച്ചു നേരം ഇരിക്കണം. എന്നാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഞങ്ങളൊക്കെ കിതാബ് ചെയ്യാത്ത ആളാണ്. അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ പിന്നെ ഷെയ്ഖിന്റെ ആവശ്യമില്ല. അടുത്ത വരി ഇങ്ങനെ നീ ഈ സുബഹിന്റെ ശേഷം വെറുതുമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഖുശൂഇലും മുറാഖബയിലും ഈ തഹീലുമായിട്ടിരിക്കുന്ന സമയത്തും എങ്ങനെ വേണം? മഹാന്മാരായ തരീഖത്തിന്റെ മശായിഖുമാരിൽ നിന്ന് അറിയപ്പെട്ട തരീഖത്തിലായിരിക്കണം. എന്തിനാ അങ്ങനെ ഒരു ഷെയ്ഖിന്റെ നിർദ്ദേശം അനുസരിച്ച് തീർന്നിരിക്കുന്നത്? അതുകൊണ്ട് നിന്റെ കൽബിന് ചൂടുണ്ടാവണം, ഞാറ് വേണം. ആ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നൂറുണ്ടാവും. ഇങ്ങനെ കൽബിന്റെ അന്ധകാരങ്ങളൊക്കെ നീങ്ങി ശരിക്കും അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പാകപ്പെടണമെങ്കിൽ ഈ നിലയ്ക്കുള്ള മഹാന്മാരായ മശായിഖുമാരുടെ നിർദ്ദേശം അനുസരിച്ചിരിക്കണമെന്ന് മഹാനായ ജനസി മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മള് പല ആൾക്കാരും ഇപ്പോൾ ഉപദേശിക്കണം എന്താ വെച്ചാൽ അതിനെന്തിനാ ഷെയ്ഖിന്റെ ആവശ്യമില്ല, കിതാബ് നോക്കിയിട്ട് ഇഷ്ടമായി ചെയ്യാൻ പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിക്ക് ഒന്നുകൂടി എടുത്ത് നോക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് കിതാബ് ഇഷ്ടമായില്ലേ? ഹദീസിന്റെ കിതാബിൽ അദ്കാർ ഇമാം റളിയല്ലാഹുവിന്റെ അദ്കാർക്ക് ഇഷ്ടമായി ദിക്ർ സുബഹിന്റെ എല്ലാം പറഞ്ഞ ദിക്റുകളില്ലേ? ഇത് അറിയാനിട്ടാണോ മഹാനായ ജനസി മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇക്കോരത്ത് പറഞ്ഞത്? ഈ അദ്കാറിനെ ഒന്നും ജനസി മഖ്ദൂം റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? എന്താ അഭിപ്രായം? ഹദീസിന്റെ കിതാബുകളിലൊന്നുള്ള ഈ ദിക്റിന്റെയും ദുആന്റെയും വാക്കുകളൊന്നും കാണാത്ത ആളാണോ? പിന്നെന്തിനായി മഹാന്മാരായ മശായിഖുമാരിൽ നിന്ന് ഒരു ഇജാസത്ത് വാങ്ങിയിരിക്കണമെന്ന് പറയാൻ കാരണം എന്താ? അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠനം വേണം.
അഡ്രസ്സില്ലാത്തൊരു പരിപാടി നമുക്ക് പാടില്ല. നമസ്കരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ ഭാഗത്തെടുക്കുകയാണെങ്കിലും ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്ന പരിപാടിയാണെന്ന് ഉത്തമ ബോധം നമുക്ക് വേണം. അവിടെ ആ വിവാഹത്തിന് അർത്ഥത്തിലുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് പുതുതായിട്ട് വാഹനം ഉണ്ടാക്കാൻ അവകാശമില്ല. ശാരീരിക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പുതുതായിട്ട് നമുക്കൊരു തറവായി ഭാഗത്തൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽവിലാസത്തിലായിരിക്കണം. അത് മേൽവിലാസം ഉണ്ടെന്ന് കിതാബ് നോക്കിയാൽ മാത്രം ആവില്ല. പല ആൾക്കാർക്കും കിതാബ് ഉണ്ടാക്കാനൊക്കെ പറ്റും ഇപ്പോഴത്തെ കാലത്ത്. മൂവായിരത്തിലാണ് കിതാബ് ഒറ്റ വട്ടിനുള്ളിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ മനുഷ്യ ഹൃദയങ്ങളിൽ പോയി ഈ കോമ്പാർട്ട് ഡിസ്ക് എന്ന് പറയുന്ന ഈ സാധനത്തിനുള്ളിലാകും എല്ലാ കിതാബുകളും ഉള്ളത്. ഇന്ന് അത്യാവശ്യം ചിന്തിക്കാനും നടത്താനും ബുദ്ധിയുള്ള ആൾക്കാരാ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ബട്ടനും ആവർത്തി അഥവാ ഈ സാധനം ഉണ്ടാകാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ മഹാനായ ജൽദി മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഈ ഔറാദുമായിട്ടിരിക്കുന്ന ആളുകൾ മഹാന്മാരായ മശായിഖുമാരിൽ ഉസ്താദുമാരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടായിരിക്കണം അതിലിരിക്കേണ്ടതെന്ന് ഈ രണ്ടാമത്തെ വരി പറയുന്നത്. ചിലപ്പോൾ പുറത്ത് ഔറാദ് കൊടുത്ത് ശരിയാൽ മതി. ഇനി വേറെ പരിപാടിയൊന്നും വേണ്ട. വീണ്ടും മഹാനായ ജൽദി മഖ്ദൂം റളിയല്ലാഹു അൻഹു വിടുന്നില്ല. എന്താ പറയണത്? അവസാനിപ്പിക്കുകയാണ്. അപ്പോ അവിടുന്ന് അവസാനം ഈ അതിഥിയ അവിടുത്തെ വിശിഷ്ടമായ കൃതി അത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിന്റെ ആരിത്യങ്ങൾ മുഴുവനും ഏകോപിച്ച സത്യം എന്താണ്? അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഇഫ്ദുൽ അംഫാസിന് അവന്റെ ഓരോ വന്നു പോണ ശ്വാസങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ശ്വാസം അത് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് ഓടുന്നതും ഒക്കെ അല്ലാഹു എന്ന ദിക്റിലായിരിക്കണം, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിലായിരിക്കണം. ഏതെങ്കിലും ദിക്റോടുകൂടായിരിക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റേഷൻ്റെ ആവശ്യമില്ലാതെ പിന്നെയും പറയില്ല. കാരണം അവിടെ വീണ്ടും പറയുന്നത് എനിക്ക് ശ്രദ്ധ ചെയ്യേണ്ട ഇങ്ങനെ നീ ചെയ്യുമ്പോൾ മഹാനായ ശേഖരൻ എത്തുവാണ് ഗുരു വേണം. ആ ഗുരുവിന്റെ സാന്നിധ്യത്തിലായിക്കൊണ്ടായിരിക്കണം. ആ ഗുരുവിന്റെ പ്രത്യക്ഷമായ സാന്നിധ്യമായിരുന്നാലും ശരി, അല്ലെങ്കിൽ മാനവിയായ സാന്നിധ്യമായിരുന്നാലും ശരി, ആ സാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം നീ ഈ അവകാശത്തെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും അഫ്ളലായ വഴിയെന്ന് മുഴുവൻ ആരിഫ്യങ്ങളും ഏകോപിച്ചിട്ടുണ്ടെന്നാണ് മഹാനായ ജൽദി മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നിട്ട് വീണ്ടും ഏറ്റവും അവസാനം അവസാനിപ്പിക്കുന്നത് قال الإمام الزهروردي قدس والمقصد الأكثر مشاهدة الهدى وليقدر الأقل تلاوة مكثرة ذكرا بالطيب كلمة متمثلة. നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം മഹാനായ ഇമാം സുഹറവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാഹുവുമായിട്ടുള്ള ആ സമ്പർക്കവും അല്ലാഹുവിനെ ആന്തരികമായി കാണുക എന്നുള്ളതാണ്. ഇതിനെന്ത് വേണം? തിലാവത്തിനെ ധരിപ്പിക്കണം, അതുപോലെ തന്നെ കലിമത്ത് തയ്യിബയെ ധരിപ്പിക്കണം, കലിമത്ത് തൗഹീദിനെ ധരിപ്പിക്കണം. എങ്ങനെ ധരിപ്പിക്കണം? നിക്കാമി കലിമത്ത് തയ്യിബി മുതബത്തില, അത് ധരിക്കും. ആ മുതബത്തിലായിക്കൊണ്ട് തന്നെ ധരിപ്പിക്കണം. എങ്ങനെ മുതബത്തിലായി ധരിപ്പിക്കുക എന്നാൽ